ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ LP-UP സീരീസിലെ ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വന്നതാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സയൻസിലെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ്. LP-UP പരീക്ഷയ്ക്കല്ല, LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വന്നതാണ്. മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ഇന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് മാർക്ക് പോയി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ ഭാഗം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതി നോക്കുക. ഇനി പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വായന കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എക്സാം എഴുതി നോക്കുമ്പോൾ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി വായിക്കേണ്ട സമയമായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആവർത്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നുണ്ട്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നോക്കണേ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന, കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രസ്ബയോപ്പിയ. മൂന്നാമത്തെ പ്രസ്താവന, ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഉത്തല ലെൻസ്. ഓക്കെ, ഉത്തല ലെൻസ്, അവതല ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് അല്ലേ, ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇവിടെ ഉത്തല ലെൻസ് എന്ന് തന്നതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യണം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. നാലാമത്തേത്, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഇതിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാൻ 1, 2 മാത്രം ശരി, 2, 4 മാത്രം ശരി, എല്ലാം തെറ്റാണ്, എല്ലാം ശരിയാണ്. ഇതിൽ ശരിയല്ലാത്തതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. അതായത് 1, 2 മാത്രം, 2, 4 മാത്രം, എല്ലാം തെറ്റാണ്, എല്ലാം ശരിയാണ്. ഇതിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇതിലെ കാര്യങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് തെറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും വരിക. 1, നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ പറഞ്ഞത് തെറ്റാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ശരിയാണ്. പിന്നെ രണ്ടാമത്തെ പ്രസ്താവന, കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രസ്ബയോപ്പിയ. ശരിയാണ്. അടുത്തത്, ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. നമുക്ക് മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയയും നമ്മൾ പഠിച്ചിട്ടുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ എന്നും മയോപ്പിയ എന്നൊക്കെ ആയിരിക്കും ദീർഘദൃഷ്ടിയെയും അതുപോലെ തന്നെ ഹ്രസ്വദൃഷ്ടിയെയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പർമെട്രോപ്പിക്ക് ഉത്തല ലെൻസ് തന്നെയാണ്. അപ്പം അതും ശരിയാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് 4 എന്താണ് ശരിയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞത്, ശരിയല്ലാത്തതാണ് ചോദിച്ചത്. 4 ശരിയാണ്. പക്ഷെ ഓപ്ഷനിൽ എല്ലാം ശരിയാണ് എന്നുള്ള പ്രസ്താവന ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞത്, കാസിമർ ഫങ്ക് ആണ്, കുഴപ്പമൊന്നുമില്ല. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ, കുഴപ്പമൊന്നുമില്ല. ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ജീവകം B7 ആണ്. B7 ബയോട്ടിൻ ആണ്. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്കിനോൺ. ആണോ? നോക്കുക, ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്കിനോൺ അല്ല, ടൊക്കോഫിറോൾ ആണെന്ന് അറിയാം.
അതുകൊണ്ട് ഇവിടെ തെറ്റിതാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. B7 ബയോട്ടിൻ ആണ്, അതാണ് ജീവകം H എന്നറിയപ്പെടുന്നത്. റെറ്റിനോൾ ജീവകം A ആണ്. അപ്പോൾ ഇവിടെ 1, 2, 3 ശരിയാണ്. അപ്പം ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2, 3 എന്നിവ ശരി. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. റോബർട്ട് ബ്രൗൺ, ഇവിടെ നോക്കണേ, ഒരു ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റോബർട്ട് ബ്രൗൺ, MJ സ്ലീഡൻ, തിയോഡർ ഷ്വാൻ, അതുപോലെ തന്നെ റൊഡോൾഫ് വിഷ്വ എന്നിങ്ങനെയാണ് 4. ഒരു A ഭാഗം തന്നിട്ടുണ്ട്. A ഭാഗം തന്നു. ഇവിടെ B ഭാഗം ഉണ്ട്. B ഭാഗത്തിൽ അതേപോലെ കോശകേന്ദ്രം കണ്ടെത്തി, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, കോശം ആദ്യമായി കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ A കോളും B കോളും തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ശരിയായ ജോഡി. അപ്പോൾ ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ ജോഡി ഇതിൽ ഏതാണെന്ന് കണ്ടെത്തണം. ഇത് ഓപ്ഷനാണ് ABCD എന്നുള്ള ഓപ്ഷൻ. എയിൽ റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. റോബർട്ട് ബ്രൗൺ ആണോ കോശകേന്ദ്രം കണ്ടെത്തിയത്, റോബർട്ട് ഹുക്ക് ആണോ എന്നായിരിക്കും നമ്മുടെ കൺഫ്യൂഷൻ വരിക. ഉത്തരം റോബർട്ട് ബ്രൗൺ തന്നെയാണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. കോശം ആദ്യമായി കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക് എന്ന് പറയാം. ഇവിടെ നോക്കുക, കോശം ആദ്യമായി കണ്ടെത്തിയത് റൊഡോൾഫ് വിഷ്വ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. തിയോഡർ ഷ്വാൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ആളാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. തിയോഡർ ഷ്വാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞ ആളാണ്. MJ സ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശരിയായ ജോഡി കണ്ടെത്താൻ പറഞ്ഞു. ആകെ ഒരു ജോഡിയേ ഉള്ളൂ ശരിയായത്. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം അഥവാ കോശമർമ്മം ന്യൂക്ലിയസ് കണ്ടെത്തിയതാണ്. ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ. റൊഡോൾഫ് വിഷ്വ എന്താണ്, ഒരു കോശത്തിൽ നിന്ന് പുതിയൊരു കോശം ഉണ്ടാവൂ എന്ന് പറഞ്ഞ ആളാണ് റൊഡോൾഫ് വിഷ്വ അല്ലേ. കിട്ടി. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം കിട്ടിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. യെസ്, നാലാമത്തെ ചോദ്യത്തിന് മുമ്പ് ഒരുപാട് പേരുടെ സംശയമാണ്, ഇനിയുള്ള സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ LP-UP നേടാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ പഠിക്കുന്നതിൻ്റെ തീവ്രത കൂട്ടണം, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ഒരു നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം, നല്ല ഒരു സ്മാർട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റും. പുതിയ ബാച്ച് PG3 അക്കാദമിയിൽ ഇനി വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി 26-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 1800 രൂപയാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ സംശയം, വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ, വീട്ടമ്മയാണ് നിങ്ങൾ, അപ്പോൾ എനിക്ക് പറ്റുമോ എന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടമ്മമാർക്കും വർക്ക് ചെയ്യുന്നവർക്കും ചെറിയ മക്കളുടെ അമ്മമാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോഴ്സാണ്. ഷോർട്ട് ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഇത് മുഴുവൻ പഠിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനും എക്സാംസും അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. യെസ്. അടുത്തത് നാലാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി ചേർക്കുക. ഇവിടെ തലാമസ്, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മെഡുല്ല ഓബ്ലോങ്കേറ്റ, അതിന് 4 എണ്ണം തന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അല്ലേ വരച്ച് പഠിക്കാം അല്ലേ. അപ്പോൾ തലാമസ് ഇതിലേതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. ആന്തരസമാസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന ഭാഗം, ലിറ്റിൽ ബ്രെയിൻ, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, റിലേ സ്റ്റേഷൻ. ഇതിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കണ്ടതും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഏതെങ്കിലും ഒന്ന് കണ്ടതും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മെഡുല്ല ഓബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് എന്താണ് എന്ന് പെട്ടെന്ന് കണ്ടത് മനസ്സിലായിട്ടുണ്ടാവും. മെഡുല്ല ഓബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് കണ്ടതും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ തലാമസ് റിലേ സ്റ്റേഷൻ ആണെന്ന് കണ്ടതും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരച്ച് വെക്കാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ജസ്റ്റ് ABCD എന്നിങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒന്ന് എഴുതി വെക്കുക. തലാമസ് എന്ന് പറയുന്നത് റിലേ സ്റ്റേഷനാണ്. അപ്പോൾ 1, 4 എന്ന് എഴുതുക. ഇനി സെറിബെല്ലം എന്ന് പറയുന്നത് ലിറ്റിൽ ബ്രെയിൻ ആണ്. അപ്പോൾ 1, 2 B2 എന്ന് എഴുതുക. ഇനി ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് അല്ലേ, ഹൈപ്പോതലാമസ്. അപ്പോൾ നോക്കുക, ഹൈപ്പോതലാമസ് നമുക്ക് ഡൗട്ട് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനിയുള്ളത് 2 ഉള്ളൂ. 4 കഴിഞ്ഞു, 2 കഴിഞ്ഞു അല്ലേ. 4 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇനി 3ഉം 1ഉം ആണുള്ളത്. അപ്പോൾ ഹൈപ്പോതലാമസ് ആന്തരസമാസ്ഥിതി പരിപാലനം നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. നമുക്കിത് ഒന്ന് എടുക്കുകയേ വേണ്ടൂ, എടുക്കാനാ സമയം വേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 1 ഉള്ളൂ, 1, 2 ആയി, അപ്പോൾ 3 ആയിരിക്കും.
അല്ലെ 3 ഏതാണെന്നൊന്നും നോക്കിയേ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മെഡൽ ഓംബ്ലാങ്കേറ്റ എന്നുള്ളതാണ്. മെഡൽ ഓംബ്ലാങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ആന്തരസമാസ്ഥിതി പരിപാലനം, സെറിബെല്ലം ലിറ്റിൽ ബ്രെയിന്, തലാമസ് റിലേ സ്റ്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഏതിലാണ് നോക്കുക? A4 വരുന്ന എത്ര ഉണ്ട്? A4 വരുന്ന ബിയും ഉണ്ട് സിയും ഉണ്ട്. B2 വരുന്ന എത്ര ഉണ്ട്? യെസ്, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, B2 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടി. എയും ബിയും ആകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതെർമോൺ. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കണം. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതെർമോൺ. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണ്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അതും ശരിയാണ്. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് നോർ എപ്പിനെഫ്രിൻ. തെറ്റാണ്. എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാ, നോർ എന്ന് വന്നതുകൊണ്ട് തെറ്റാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമോസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ. കറക്റ്റാ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സി ഓൺലി ആണ്. ഓക്കെ, തെറ്റായതാ കണ്ടുപിടിക്കാൻ പറഞ്ഞത് സി ഓൺലി ആണ്. അടുത്തത് 6ാമത്തെ ചോദ്യം. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ത്വക്ക്, തലച്ചോറ്, സന്ധികൾ, കരൾ. പെട്ടെന്ന് നമ്മൾ സന്ധികളെന്ന് പോകണ്ട, തലച്ചോറ് തന്നെയാണ് ഉത്തരം. 7ാമത്തെ ചോദ്യം. ജലദോഷത്തിന് കാരണമായ രോഗകാരി. പെട്ടെന്ന് ഉത്തരം കിട്ടും. ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്നാണ് നിങ്ങൾ ഡൗട്ട് എന്നുണ്ടെങ്കിൽ വൈറസ് ആണ്. 8ാമത്തെ ചോദ്യം. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം കർണപടമാണോ, പീതബിന്ദുവാണോ, റെറ്റിനയാണോ, അന്ധബിന്ദുവാണോ? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പീതബിന്ദുവാണ്. 9ാമത്തെ ചോദ്യം. താപത്തിൻ്റെ യൂണിറ്റ് എന്ത്? താപത്തിൻ്റെ യൂണിറ്റ് കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ജൂള്, വാട്ട്. യെസ്, ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. 10ാമത്തെ ചോദ്യം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത് എന്നുള്ളതാണ് ചോദ്യം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ തന്നെ അയോൺ. ഇലക്ട്രോൺ ആണ് ശരി ഉത്തരം, ഇലക്ട്രോൺ. അപ്പോൾ 10 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവും. 10ൽ എത്ര എണ്ണം കിട്ടി എന്നുള്ളത് നോക്കുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ പരീക്ഷയിൽ വരിക. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത LP അല്ലെങ്കിൽ UP ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചിട്ട് നിർത്തുന്നു.